പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് എങ്ങനെയാണ് നമ്മുടെ ഫോണിൽ തന്നെ ബാലൻസ്, മിനി സ്റ്റേറ്റ്മെൻറ്റ്, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽ എന്നിവ ഫോണിൽ അറിയാൻ സാധിക്കുന്നത് എന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബാങ്കിൽ പോയി പാസ്ബുക്ക് അപ്ഡേറ്റ് ചെയ്യാതെ തന്നെ നമ്മുടെ ഫോണിൽ ബാലൻസും മിനി സ്റ്റേറ്റ്മെൻറ്റും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും. അതെങ്ങനെയാണ് നമ്മുടെ ഫോണിൽ അത് ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്നാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. ബാങ്കിങ് സംബന്ധമായ കൂടുതൽ വീഡിയോകൾ കാണാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആദ്യമായി നമ്മുടെ ഫോണിൽ കാണുന്ന പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഞാനിവിടെ എൻ്റെ ഫോണിൽ പ്ലേ സ്റ്റോർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്തതിന് ശേഷം ഏറ്റവും മുകളിൽ കാണുന്ന സെർച്ച് ബാറിൽ PNB പാസ്ബുക്ക് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. PNB പാസ്ബുക്ക്. അതിനുശേഷം നമുക്കവിടെ PNB പാസ്ബുക്ക് എന്ന് കാണാം. അപ്പോൾ PNB പാസ്ബുക്ക് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലായിരിക്കും ഒരു ആപ്ലിക്കേഷൻ കാണുന്നത്. നമുക്കവിടെ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണാം. വളരെ MB 6.5 MB ആണ് അതിൻ്റെ ഫയൽ സൈസ്. വളരെ ചെറിയൊരു ആപ്പാണ്. അപ്പോൾ നമുക്ക് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ആവും. വളരെ വേഗത്തിൽ തന്നെ ഇൻസ്റ്റാൾ ആവും. അതിനുശേഷം നമുക്കവിടെ വലത് സൈഡ് ഓപ്പൺ എന്ന് പറഞ്ഞൊരു ഗ്രീൻ ബട്ടൺ കാണാം. അപ്പോൾ നമ്മൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ആവും. ഓപ്പൺ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇൻ്റർഫേസ് ഇവിടെ ഇങ്ങനെയായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളിവിടെ താഴെയായിട്ട് പ്രൊസീഡ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കാണും. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് നമ്മുടെ കസ്റ്റമർ ID ടൈപ്പ് ചെയ്യുക. അപ്പോൾ കസ്റ്റമർ ID നിങ്ങൾക്ക് അറിയില്ല എന്ന് പറഞ്ഞ് പേടിക്കേണ്ട. നിങ്ങളുടെ അക്കൗണ്ട് ബാങ്കിൽ നിന്ന് ലഭിച്ച പാസ്ബുക്കിൽ CIF നമ്പർ എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ടാവും. അതാണ് നിങ്ങളുടെ കസ്റ്റമർ ID. അപ്പോൾ നിങ്ങളത് അവിടെ ടൈപ്പ് ചെയ്തതിന് ശേഷം ഇവിടെയുള്ള ആ ബോക്സിലൊന്ന് ജസ്റ്റ് ടച്ച് ചെയ്യുമ്പോൾ ഒരു ടിക്ക് മാർക്ക് വരും. അതിനുശേഷം കസ്റ്റമർ ID നിങ്ങൾ പാസ്ബുക്കിൽ നിന്നും നോക്കി നിങ്ങൾ ആ CIF നമ്പർ അതേപടി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ CIF നമ്പർ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ബാങ്കിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് CIF നമ്പർ ലഭിക്കും. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ CIF നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു വരും. അതായത് OTP എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഫോണിലേക്ക് ഒരു മെസ്സേജ് വരും. അതായത് പഞ്ചാബ് നാഷണൽ ബാങ്കിൽ നിന്നും ഒരു മെസ്സേജ് വരും. അപ്പോൾ അതിലൊരു OTP ഉണ്ടാവും. ആ OTP ഞാനിവിടെ കാണിക്കുക. എനിക്കിവിടെ മുകളിൽ മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മുകളിൽ ഡ്രാഗ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മെസ്സേജ് കാണാം. ആ മെസ്സേജിലൊരു OTP ഉണ്ടാവും. അപ്പോൾ ഞാനിവിടെ കാണാം 1984 എന്ന് പറഞ്ഞൊരു OTP വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ നമ്പർ നിങ്ങൾ ഇവിടെ ഓരോ കോളത്തിലായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ അത് ടൈപ്പ് ചെയ്തു. അതിനുശേഷം താഴെ കാണുന്ന പ്രൊസീഡ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. OTP വന്നില്ലെങ്കിൽ റീസെൻ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ചെയ്യുമ്പോൾ സക്സസ്ഫുള്ളി വെരിഫൈഡ് എന്ന് പറഞ്ഞതിന് ശേഷം MPIN എന്ന് പറഞ്ഞിട്ട് 2 കോളം വരും. ഇവിടെ നമ്മൾ ആദ്യത്തെ കോളത്തിൽ നമുക്ക് ഇനി ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനുള്ള ഒരു പാസ്വേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ പാസ്വേഡ് 4 അക്ക പിൻ നമ്പർ നിങ്ങൾ ഓർത്ത് വെച്ചിട്ട് അത് 2 പ്രാവശ്യം ടൈപ്പ് ചെയ്യുക. അതായത് കൺഫേം MPIN എന്നുള്ളിടത്തും ടൈപ്പ് ചെയ്യുക. അതിനുശേഷം സെറ്റ് MPIN എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ കാണിക്കും സക്സസ് യുവർ MPIN ഈസ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അപ്പോൾ നമുക്ക് ഇനി ഓക്കെ എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇനി എപ്പോഴും ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത്തരത്തിലായിരിക്കും ഓപ്പൺ ആവുന്നത്. അപ്പോൾ നിങ്ങളിവിടെ നിങ്ങൾ നേരത്തെ ടൈപ്പ് ചെയ്ത ആ MPIN നിങ്ങൾ ഓർമ്മിച്ച് വയ്ക്കുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യാനുള്ള ഈ പിൻ നമ്പർ നിങ്ങളിവിടെ ടൈപ്പ് ചെയ്ത് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് ലുള്ള എത്ര രൂപയാണോ ബാലൻസ് ഉള്ളത്, നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ എത്ര രൂപ ബാലൻസ് ഉണ്ടോ അത് നമുക്കവിടെ കാണാം. നമ്മുടെ പേരവിടെ കാണാം. നമുക്കിവിടെ റിഫ്രഷ് ചെയ്ത് കൊടുക്കാം. ബാലൻസ് വന്നിട്ടില്ലെങ്കിൽ റിഫ്രഷ് എന്ന് പറഞ്ഞ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ എനിക്കിവിടെ ബാലൻസ് കാണിക്കുന്നുണ്ട് 2000. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് എപ്പോഴും അക്കൗണ്ട് ബാലൻസ് കാണാം. ഇനി അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മിനി സ്റ്റേറ്റ്മെൻറ്റ് കാണാം. അവസാനത്തെ 10 ഇടപാടുകൾ കാണാനുള്ള ഓപ്ഷനാണ് മിനി സ്റ്റേറ്റ്മെൻറ്റ്. പിന്നെ നമുക്ക് 2 പർട്ടിക്കുലർ ഡേറ്റിനകത്തുള്ള ഡീറ്റെയിൽ കാണാം. നമുക്കവിടെ ആ ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം വ്യൂ ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ അതും കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ നമുക്ക് പഞ്ചാബ് നാഷണൽ ബാങ്കിലെ അക്കൗണ്ട് ബാലൻസും ഡീറ്റെയിലും മിനി സ്റ്റേറ്റ്മെൻറ്റും എല്ലാം നമുക്ക് വളരെ എപ്പോഴും നമ്മുടെ ഫോണിൽ നോക്കാനും അറിയാനും ഒക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ പഞ്ചാബ് നാഷണൽ ബാങ്കിൽ അക്കൗണ്ടുള്ളവർ തീർച്ചയായും ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങൾ ബാലൻസൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. പാസ്ബുക്ക് ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് ഇത്തരത്തിൽ ചെയ്യാൻ പറ്റും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.